അത് നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയി. ആ ഞാൻ പറയല്ല ഞാൻ ഫുള്ള് മാറ്റി അനുവദിച്ചു വരില്ല. ഈ പുളി പുളി പൊട്ടിച്ചിട്ട് ഞാനും പ്രവീൺ രാജില്ലേ ഇതിപ്പോ ഇങ്ങനെ കളിക്കാൻ പണ്ടറങ്ങാനല്ലേ കിച്ചണിന്ന് ഉപ്പ് മുളക് എടുക്കും അതില് വയറിയത് തർപ്പരല്ലടാ പെരിച്ചാടിന്ന്. കള്ളുഷാപ്പൊക്കെ പോയി നിന്ന് ഇവിടെ വ്യാജം വന്നതോടുകൂടി അത് പാട്ടത്തിനടുത്തേക്കാ. ഡൈജുവിനെ അറിയില്ലേ? ഇവിടുത്തെ ആള് പ്യൂണ്, സ്കൂളിലെ പ്യൂണ്. ആ കറുത്ത പുള്ളി. പുള്ളി ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി. ഞങ്ങളുടെ ബുദ്ധിജീവിയാണത്. ബുദ്ധിയില്ലാത്ത ജീവി എന്ന് വേണേ പറയാല്ലേ. അതെ അതെ. എവിടുന്നാ കിട്ടിയേ? അമ്പലവേല. നിങ്ങൾ 2 മക്കളാണോ? 3 ആളുണ്ടായിരുന്നു. അത്ര ഒന്നും മാറിയിട്ടൊന്നുമില്ല. കണ്ടാ മനസ്സിലാവും. പിന്നെ മീശ എടുത്ത അല്ല, മീശ എടുത്താൽ പഴയ ഉമേഷായി ഇപ്പൊ അല്ലേ? ഭയങ്കര കൂടുതലായിരുന്നല്ലേ. ഞാനൊന്ന് വരാൻ പറ്റില്ല വിചാരിച്ചാ. എന്നിട്ട് ഞാൻ ഡിസ്ചാർജ് ചോദിച്ചു പോകാം. ഇത്രയും ഇതായി. ഞാൻ എന്ത് തടിയെന്ന് ചോദിച്ചു. തടി കൂടുതലായിരുന്നു, ഭയങ്കര തടിയാണ്. ഇതിപ്പോ കണക്കാ. ഇതിന് കൂടെ കൊറേ അലമ്പായി. ഇവിടുന്ന് പോയിട്ട് നീന്തിരായിരുന്നു പരിപാടി. ഇവിടുന്ന് പോയിട്ട് കൊറേ തെണ്ടി തിരിഞ്ഞു പറഞ്ഞു. പിന്നെ ലോറി പോയി. പിന്നെ അങ്ങനെ കുറച്ച് ഓഫീസിൽ പോയി. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ. പിന്നെ അമ്മ എത്ര നാള് വന്നിട്ടേ ഉള്ളു, കുറച്ചായിട്ടേ ഉള്ളു. ഞങ്ങൾ കല്യാണത്തിനാണ്. ഇനി പോകുന്നില്ല. ഇപ്പൊ 5 അടുത്ത മാസം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സെറ്റപ്പാണ്. ഒരു പ്രശ്നമാണ്. 2 വീടും 2 ആൾക്കും. ചെറിയ വീടാണെങ്കിൽ പിന്നെ പെങ്ങളെല്ലാം അന്നാ അമ്മമ്മേൻ്റെ ഞങ്ങൾ 2 പേരും കൂടിയാ പോയെ. ഇല്ല, ഞങ്ങൾ വന്നു. ഇവന്റെ ബൈക്കിൽ ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അത് നിങ്ങൾ ആ വഴി വന്ന കയറി മുതലേ ഞങ്ങക്ക് ചോറ് വെച്ചാൽ ചേച്ചിന്റെ ആ ഇവിടെ ചേച്ചിന്നെ മാത ചേച്ചിനെ. എവിടെയാ? ഓ ഞാൻ ഗോകുൽദാസ് എടാ, കഴിഞ്ഞ പ്രാവശ്യം പ്രവീൺക ഉണ്ടായിരുന്നു, ബിജു ഉണ്ടായിരുന്നു അല്ലെ? അതെ, മിസ്സിംഗ് ആയിരിക്കും. ദേവേന്ദ്രൻ, ഗോകുൽദാസ്, ജോഷി, കുമ്പിൽ എവിടെ കുമ്പ? നമ്മൾ ഓരോരുത്തർ ഓരോ ടീമിലിറക്കും. അല്ലേ വേണ്ട, നമുക്ക് ഇവരെ ജൂനിയറിനോട് ചോദിക്കാം. ഇവര് നല്ല ടീം അറിയിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെ 3 അല്ല, അന്ന് സുമേഷൊക്കെ ഉണ്ട്. അഭിലാഷം ഇതന്നല്ലേ ഒരു മാറ്റം.
നമ്മള് കൊടുത്തല്ല വൈകിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു ഇത് ഇന്നൊക്കെയുള്ള ഇപ്പൊ ഈ സമയത്തുള്ള അപ്പൊ തന്നെ 10 കിലോ ചിക്കൻ അത് പറഞ്ഞിട്ടുണ്ട്. എടാ ഇത് നമ്മളെയല്ല പാളഞ്ഞ പറഞ്ഞ എത്ര ചിക്കൻ വേണം ചോദിച്ചു. 35 പിള്ളേരുണ്ട്. എത്ര വേണം? 10 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ 10 കിലോ കോഴിയാണെന്നല്ല 35 പിള്ളേർ നമ്മളില്ലേ? നമ്മള് 15 പാളെടുത്ത് ഞാൻ പറഞ്ഞു 35 പിള്ളേർ 12 ആള് നമ്മളും. അപ്പൊ അത് കൂട്ടിയപ്പോ ആള് പറഞ്ഞു പിള്ളേർക്ക് ജേരീസ് സഹിക്കാൻ പറ്റണ. ഹലോ ബസ്സിലല്ലേ ഓനാ ടൈമാ കറക്റ്റ് ബസ് എടുക്കുന്ന ടൈമാ പാട്ടി. ഉമേഷ് ഉമേഷ് നമ്മൾ ഇവിടെ ഇപ്പൊ കൊടുക്കുന്നത് നമ്മളല്ല ചിക്കൻ ബിരിയാണി. നമ്മളല്ല ചിക്കൻ ബിരിയാണി. ഞാൻ അവര് ചേച്ചിയുടെ അടുത്ത് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമ്മളാ കൊടുക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം വൈകിട്ട് കൊടുക്കണ്ടേ ഞങ്ങൾ കാണാത്തല്ല 2 ഫുള്ളും കൊണ്ട് ഞങ്ങളിത് അടിച്ചോന്ന് ചോദിച്ചപ്പോ 400 രൂപ ഫുള്ള് വായിച്ചിട്ടുണ്ട്. ഹലോ IOCന്റെ പ്ലാന്റില്ലേ IOC ഗ്യാസിന്റെ നീ എന്താ ചെയ്യണേ? പിന്നെ കൊല വെട്ടണ്ട് കൊല പിന്നെ വാഴ എന്തിനാ? വേറെ പിള്ളേരാ അല്ല ഡൈജുവിന്റെ അത് ഡൈജുവിനെ അറിയില്ലേ? ആ പ്യൂണ് വാട്ടത്തിനെടുത്തിട്ട് ഗ്രൗണ്ടെല്ലാം പോയി. പുള്ളി പൈസ ഉണ്ടാക്കിയല്ലേ. മണ്ണ് വെട്ടി ചോന്ന് കൊണ്ടിട്ടിട്ട് ഉണ്ടാക്കി തപ്പിച്ച് ഈ കോഴിക്കോട് എന്താ വണ്ടി കളിക്കാട്ടോ. പെർമിഷൻ ഞാൻ എനിക്ക് ഒരു ദിവസം നമ്മള് പോകുന്ന വണ്ടി എടുത്തിട്ട് ആരാത് നിങ്ങളെ നാട്ടുകാരല്ലോ. നമുക്ക് പരിചയമില്ലാത്തോണ്ട് കേട്ടോ. നിങ്ങളുടെ ഏത് മമ്മൂട്ടിയുടെ നെടുമുടി വേണം. ആശാൻ പിന്നെ ആരാ? ഓ മറ്റേ ഇതായിരിക്കും. മനസ്സിലായി. മായാവി. അനീഷ് ബിപ്പി ഉണ്ടോ? എവിടെ? അങ്ങനെ അതെ എവിടെ? ഏത് സ്റ്റാൻഡിലാ? ഏത് സ്റ്റാൻഡിലാ? കോഴിക്കോട് സ്റ്റാൻഡില് ഓനെ കണ്ടാണ്ടല്ലോ അടിക്കാൻ തോന്നുന്നു. അല്ല കഴിഞ്ഞ പ്രാവശ്യം കളർ എങ്ങനെ ആ കളറാ നീ കറുത്താലോ പിന്നെ വെളുത്തിട്ടാ? ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് തരുള്ളൂ. മാന്യനല്ലേ അവനെ എന്താ ചെയ്യണേ? എടാ അവനെ മരം മറിക്കി ഇപ്പൊ
എടാ അവിടെ പിടിച്ചോണ്ടിരിക്ക ഇങ്ങോട്ട് പറഞ്ഞാട്ടെ എന്നോട് വരുന്നോ അവനെ വിളിക്കണം. അവനെവിടെയാ വിളിച്ച് ഔട്ട് ഓഫ് കവറേജ് അവരുടെ സുൽറ്റേക്കും അവരെ വരുന്നുണ്ട്. നീ എന്ത് കാണിക്കണ അവിടെ ഇക്കട്ടെ അവനൊരു സ്മരണയാണ് അതെ, അതെ. സൂക്ഷിക്കാൻ. നിന്റെ കോളം കിടന്നത് അവൻ ബുദ്ധിയില്ലടാ. എത്ര ചെറുപ്പത്തോടാ ഇതില്ലല്ലേ പുട്ടില് ഗോതമ്പ് പുട്ടില് എനിക്ക് ട്രിപ്പുകളൊന്നും ഇല്ല. ട്രിപ്പ് അയ്പത്തില് എന്ത് നമ്മള് ഫുഡിന്റെ കേസല്ലേ മറിച്ച് നോക്കില്ലേ നടന്നുള്ള കേസല്ലേ. എന്നാൽ നമ്മുടെ ഈ പറമ്പ് അപ്പൊ എത്ര മണിക്ക് സാധനം എത്തണം? ആണോ പോയില്ലേ? നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ബിരിയാണി വെച്ചോട്ടെ. നമുക്ക് വെച്ച് വളർന്നിട്ടുള്ള ആളാ. നിനക്ക് ഓർമ്മ ഉണ്ടാവും. നിനക്ക് ഓർമ്മയുണ്ടോ ഇവൻ ഫുൾ അതിന് മുമ്പ് പോയിക്കുന്ന ഇവിടുന്ന് ചെക്കുണ്ടല്ലോ. വേറെ രണ്ടരയും വിളിക്കുമ്പോൾ എത്തിച്ചാൽ പഠിക്കുന്ന വണ്ടി ഉണ്ടോ? ബൈക്കില്ലേ? ബൈക്ക് ഉണ്ട്. ബൈക്കുണ്ട്, കാർ. ഞാൻ കാറായിട്ട് വരണ വെച്ചാ. പിന്നെ കാറായിട്ട് വന്ന നിങ്ങള് വലിയ മലയാളി ഞങ്ങൾക്ക് ഭക്ഷണം കൂടുതലൊന്നുമില്ല. പണ്ട് ഉമ്മേച്ചാ ഞാനിപ്പോ ഡെയിലി ഒരടി ഇവിടുന്ന് വാങ്ങിയിട്ടില്ല. ലാസ്റ്റ് എന്താ അറിയോ? ഡെയിലി നീ ഓരോ അടി ഇവിടെ വന്ന് വാങ്ങിക്കും. അല്ലാണ്ട് ഞാൻ ഡെയിലി വിളിക്കാൻ നിൽക്കട്ടെ. ഡെയിലി ഇവിടെ വന്ന് ഒന്ന് വാങ്ങിയാൽ ഒരു നിമിഷം. നീ ആ മറ്റൊരു പഴയതല്ല കഴിഞ്ഞ മൊബൈലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ, ആ കളിയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന അനിലന്നെ അത്രയും സെറ്റപ്പാക്കി നമ്മളെ കളിക്കാൻ പറയാൻ പഠിച്ചല്ലേ. അല്ല SLC പാസ്സായില്ലേ? 2 മാസം എന്റെ ബുക്ക് SLC എന്റെ പരീക്ഷ ചെയ്താൽ മതി. ബുക്കൊക്കെ വാങ്ങിച്ചില്ലേ? അയാള് ഇവര് തമ്മില് ചക്കര അടാൻ ആര്? സാറ്. പഠിക്കാൻ ജോജോയുടെ കേസ് വന്നപ്പോഴാണ് പ്രശ്നമായത്. പിന്നെ ഞാനും ജിജോക്കെയും കുളപ്പിച്ചില്ല. എടാ നമ്മളെ ഫുഡ് കൊടുക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചിയുടെ അടുത്ത്. ഇത് കൊടുക്കും നമ്മളാണ്. മാറ്റാം മാറ്റാം. ഞാൻ